കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഒരു സംഘടനയുടെ സംസ്ഥാനതല ഭാരവാഹി മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി. അയാളുടെ വീട്ടിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്സും അത് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമൊക്കെയാണ് കണ്ടെത്തിയത്. ഇവിടെ എൻ്റെ വിഷയം ആ വ്യക്തിയല്ല. നാളെ അയാൾ നിരപരാധിയാണെന്നൊരു പക്ഷേ തെളിഞ്ഞാലും ഈ സന്ദേശം മാറില്ല. കാരണം ഇത് ഒരു വ്യക്തിയുടെ കഥയല്ല, നമ്മുടെ സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ മുമ്പും നാം കണ്ടിട്ടുണ്ട്. അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവർ അഴിമതി കേസുകളിൽ പ്രതികളാകുന്നു. സത്യസന്ധതയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചവർ നികുതി വെട്ടിപ്പിന്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സദാചാരത്തിന്റെ പേരിൽ മറ്റുള്ളവരെ വിധിച്ചവർ സ്വന്തം ജീവിതത്തിലെ വീഴ്ചകളിൽ തലകുനിച്ചു പോകേണ്ടി വരുന്നു. ഓരോ തവണയും സമൂഹം പറയുന്നത് ഒരേ ഒരു വാക്കാണ്: ഇവരെയൊക്കെയാണല്ലോ നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരു മനുഷ്യൻ വീഴുന്നത് അത്ര വലിയ അപരാധമൊന്നുമല്ല, അവനോടൊപ്പം ഒരു മൂല്യവും വീഴുന്നതാണ് സമൂഹം സഹിക്കവയ്യാതായി പോകുന്നത്. ആൽബർട്ട് ഷ്വൈസറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രശസ്തനായ പ്രൊഫസർ, ലോകം ആരാധിച്ച സംഗീതജ്ഞൻ, ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദികളിൽ നിന്ന് മനുഷ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹം സ്വയം ഒരു ചോദ്യം ചോദിച്ചു: ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുവർത്തിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജീവിതം മാറ്റി, വീണ്ടും മെഡിസിൻ പഠിച്ചു. ആഫ്രിക്കയിൽ ഒരു ചെറിയ ആശുപത്രി തുടങ്ങി. സൗകര്യങ്ങളില്ല, ആഡംബരമില്ല, കയ്യടികളില്ല, ക്യാമറകളില്ല, രോഗികളും വേദനയും മാത്രം. പതിറ്റാണ്ടുകൾക്കു ശേഷം ലോകം അദ്ദേഹത്തെ ആദരിച്ചു. കാരണം അദ്ദേഹം ആദ്യം ജീവിതം കൊണ്ട് സംസാരിച്ചു, പിന്നെയാണ് വാക്കുകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഓരോ വാചകവും ഇന്നും ലോകം ഓർക്കുന്നത്. എക്സാമ്പിൾ ഈസ് നോട്ട് ദി മെയിൻ തിങ് ഇൻ ഇൻഫ്ലുവൻസിങ് അതേഴ്സ്, ഇറ്റ്സ് ദി ഒൺലി തിങ്. മാതൃക എന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനുള്ളൊരു കാര്യമല്ല, ഒരേ ഒരു കാര്യമാണ്. ആൽബർട്ട് ഷ്വൈസർ കോട്ട്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിരവധി ഉദ്ബോധനങ്ങൾ ലഭിക്കും. പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേർ നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുതെന്ന്? എന്നാൽ ഫോൺ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലെന്ന് പറയൂ എന്ന് അതേ മക്കളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാറില്ലേ? എത്ര പേർ പറഞ്ഞിട്ടുണ്ട് മൊബൈൽ കുറച്ചുപയോഗിക്കണമെന്ന്? പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നാണ് ഫോൺ താഴെ വയ്ക്കാൻ കഴിയാത്തത്. എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമയം പാലിക്കണമെന്ന്? പക്ഷേ നമ്മളാണ് ഏറ്റവും വൈകിയെത്തിയത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ വാക്കുകൾ പഠിക്കുന്നില്ല, നമ്മുടെ ജീവിതമാണ് പഠിക്കുന്നത്. നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ പ്രസംഗം ഓർക്കുന്നില്ല, നമ്മുടെ പെരുമാറ്റമാണ് ഓർക്കുന്നത്. സമൂഹം നമ്മുടെ ആശയങ്ങളെക്കാൾ നമ്മുടെ ആത്മാർത്ഥതയ്ക്കാണ് വിലയിടുന്നത്. ഒരു ദിവസം നമ്മുടെ ശബ്ദം നിശബ്ദമാകാം, നമ്മുടെ പ്രസംഗങ്ങൾ അവസാനിക്കും, നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും ആരും ഓർക്കാതെയാകും. പക്ഷേ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ, നമ്മൾ സ്പർശിച്ച മനുഷ്യരുടെ ഓർമ്മയിൽ നമ്മുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലഹരിയെ എതിർക്കുന്നതിന് മുമ്പ്, അഴിമതിയെ വിമർശിക്കുന്നതിന് മുമ്പ്, സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാം. ഞാൻ പറയുന്നത് ഞാൻ ജീവിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് സത്യസന്ധമായി അതെ എന്ന് പറയാൻ കഴിയുന്ന ദിവസം നമ്മൾ നടത്തുന്ന ഓരോ പ്രസംഗവും ശക്തമാകും. കാരണം വാക്കുകൾ ചെവിയിലെത്തും, ജീവിതം ഹൃദയത്തിലെത്തും. പ്രസംഗങ്ങൾ കയ്യടി നേടും, മാതൃകകൾ തലമുറകളെ മാറ്റും. വീണ്ടും കാണാം OS ടോക്സിലൂടെ.